എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊള്ളാച്ചി ട്രിപ്പാണ്. ഞാൻ എൻ്റെ ഡാഡിയുടെ ഒപ്പവും എൻ്റെ അനിയൻ്റെ ഒപ്പവും പോകുന്ന ഒരു പൊള്ളാച്ചി ട്രിപ്പ്. പിന്നെ ബാക്കി യാത്ര പുറപ്പെടാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ ഇറങ്ങി. ഇനിയിപ്പോൾ അവിടെ കുറച്ച് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയുള്ള കുറച്ച് പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരവിടെ നിന്ന് ചായ കൊടുക്കുന്നുണ്ടായിരുന്നു. ചായ അടിക്കുന്ന ചേട്ടൻ വളരെ രസകരമായി നല്ല സ്റ്റൈലിഷായിട്ട് ചായ അടിച്ച് ഞങ്ങൾക്ക് നല്ല മധുരമുള്ള നല്ല കടുപ്പമുള്ള ചായ ആയിരുന്നു. കാലത്തെ ചായ കുടിച്ചു. എനിക്ക് തോന്നുന്നു ഒരു 7 മണി ഒക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. അപ്പോൾ അവിടെ നിന്ന് ചായയും കുടിച്ച് എന്തെങ്കിലും കടി വേണമെന്ന് വെച്ചാൽ കാലത്തെ കടി കഴിക്കാനുള്ള ഒരു വയറിൻ്റെ ഒരവസ്ഥയും ബുദ്ധിമുട്ടൊക്കെ കാരണം ഞാൻ അന്ന് കടിയൊന്നും കഴിച്ചില്ല. ഞാനും കഴിച്ചില്ല, നോപ്പിയും കഴിച്ചു. ഞങ്ങൾ കുറച്ച് നേരം കുറച്ച് തള്ളും പറഞ്ഞിരുന്ന് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പിന്നെയും പുറപ്പെട്ടു.
നോപ്പിയാണ് എയർ ചെക്ക് ചെയ്യണത്. അപ്പോൾ എയർ ടയർ ചെക്ക് ചെയ്ത് തിരിച്ച് വണ്ടിയിൽ കയറി പുറപ്പെടാൻ നേരത്തെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി ഞാൻ ഓടിക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പം മാറിയിരുന്നു, ഞാൻ കയറിയിരുന്നു. ഞങ്ങൾ പതുക്കെ ഇവിടുന്ന് എന്താ പറയുക, തമിഴ്നാട് ബോർഡർ വരെ, അവിടുന്ന് ബോർഡറിന് തൊട്ടടുത്ത് വരെ ഞാൻ വണ്ടി ഓടിച്ച് അവിടത്തെ കഴിഞ്ഞപ്പോൾ റോഡ് ഇടുങ്ങിയ റോഡുകളായിരുന്നു. വണ്ടി വെയിറ്റ് നോക്കിയതിന് ശേഷം തിരിച്ച് നോപ്പി വണ്ടി എടുത്ത് ഒതുക്കിയിടണേ. അതെ, നോക്കൊരു ഇച്ചിരി പേടിയുണ്ടായിരുന്നു, കാരണം നോപ്പി ആദ്യമായിട്ടാണ് ഇത് ഓടിക്കുന്നത്. ഞാൻ പിന്നെ നേരത്തെ ഡാഡിയുടെ ചീത്തയും കേട്ട് ഇതിട്ട് ഓടിച്ചിട്ട് ശീലിച്ചാണ്. പക്കയായിട്ടില്ല, എങ്കിലും ഞാൻ നേരത്തെ ഓടിച്ചിട്ടുണ്ട്. എന്താ ഇപ്പം അവൻ ഒതുക്കണേ. എടാ മതിയടാ, മതി കുറച്ചുകൂടി കയറ്റിക്കോന്നാ. ആ മതിയാവും. ഇവിടെ ചവിട്ടണല്ലോ എന്ത് ബ്രേക്ക്. ആ ഇവിടെ ഇങ്ങനെ ഇവിടെയല്ല, ഇവിടെയാണ് ചവിട്ടേണ്ടത്. കാല് ഇത് പുറത്ത് വെച്ചേക്കണം, ഇവിടെ ചവിട്ടുമ്പോഴേ കിട്ടുള്ളൂ. ഇവിടെ ചവിട്ടാൻ പറ്റില്ല. അതുപോലെ ക്ലച്ചും അങ്ങനെ അപ്രതീക്ഷിതമായി ഞങ്ങൾക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു ലൊക്കേഷൻ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഒത്തു കിട്ടി. ഈ ലോഡ് ഇറക്കുന്നതിന് തൊട്ടപ്പുറത്തായിട്ടൊരു നല്ല ഭംഗിയുള്ളൊരു കനാല് ഒഴുകുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ ഞാനും നോപ്പിയും കൂടി പതുക്കെ നോപ്പി ഓടാം, നമുക്ക് നല്ല ലൊക്കേഷൻ നോക്കിയിട്ട് നല്ല വരയ്ക്കാൻ പറ്റിയ സ്പേസ് നോക്കിയിട്ട് നടക്കാം എന്നും പറഞ്ഞ് ഞങ്ങൾ നടന്നു. അപ്പം ആദ്യം നടന്ന് കുറച്ചങ്ങോട്ട് ചെല്ലിപ്പോൾ ഈ വെള്ളം കൺട്രോൾ ചെയ്യുന്ന ഷട്ടർ, അതേപോലെ കനാലിൻ്റെ ഷട്ടർ സ്പേസ് 2-3 ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ളൊരു ഷട്ടർ സ്പേസ് കണ്ടു. പിന്നെ ഞാൻ പറഞ്ഞു, എടാ നമുക്കതിന് മുകളിൽ കയറി നിന്ന് വരച്ചാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആൾക്കാരെങ്കിലും ചീത്ത പറയുമെന്ന് നോക്കി എന്നോട് ചോദിച്ചു. ഒന്നും നോക്കിയില്ല, പതുക്കെ അങ്ങ് നടന്ന് അതിൻ്റെ മുകളിലോട്ട് പതുക്കെ നടന്ന് കയറി. അപ്പോൾ ഭയങ്കര പ്രഷറിലാണ് ഈ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. വെച്ചാൽ
നല്ല പ്രശ്നം. അതിനകത്തോട്ട് വീണ് പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഏറ്റവും അറ്റത്തെ പോയി വീഴുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഡാമിൻ്റെ റിവറിൻ്റെ ഒക്കെ ഏറ്റവും അറ്റത്തായിരിക്കുള്ളൂ പോയി വീഴാൻ പോകുന്നത്. ഭയങ്കര പ്രഷറായി കാണുമ്പോൾ തോന്നില്ലെങ്കിലും, പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രഷറിലാണ് ഇതിനെ തള്ളിക്കൊണ്ട് പോകുന്നത്. ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുകളിൽ കയറിയപ്പോൾ ഏകദേശം നല്ലൊരു, അങ്ങനെ ഞങ്ങൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു തമിഴ്നാടൻ ഹോട്ടലിൽ ചെന്നപ്പോൾ അവിടെ ഒരു ചേട്ടൻ ദോശ ചുട്ടിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ പൊറോട്ട, നല്ല ചൂട് പൊറോട്ട, കണ്ട പുതിയ കൂട്ടാ. അത് ദോശയും ചുട്ടിട്ടുണ്ടായി. ചേട്ടൻ ഫോട്ടോ എടുക്കുന്നുണ്ടപ്പോൾ ചേട്ടൻ കണ്ണുകൊണ്ടൊന്ന് ചോദിച്ചപ്പോൾ അവനൊന്ന് ഇങ്ങനെ വീഡിയോ എടുക്കണേന്ന് ഞാനും കണ്ടുകൊണ്ട് ആദ്യം കാട്ടിയ പുള്ളി ഒന്ന് സമ്മതിച്ച് എടുത്തോ എന്നുള്ള രീതി ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു. അപ്പോഴേക്കും അകത്ത് ചെന്നപ്പോൾ ഡാഡി ഓൾറെഡി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും ഭക്ഷണം ഓർഡർ ചെയ്ത് നല്ല പച്ചരിച്ചോറിനും ഊണും രസവും പുളിയോദര എന്ന് പറഞ്ഞ എന്തൊരു പ്രത്യേക കറി അത് കൂട്ടി തിന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ കുട എടുത്തുകൊണ്ട് വന്നു. വണ്ടിയിലൊരു കുട സ്ഥിരമായിട്ടുണ്ടാകും. ആ കുട എടുത്തുകൊണ്ട് വന്ന് കുട വെച്ചിട്ട് ഈ കനാലിൻ്റെ ഈ സൈഡ് എന്ന് വെച്ചാൽ ആ ഒരു പേഴ്സ്പെക്റ്റീവ് വളവുണ്ട്. ആ വളവ് വരുന്നത് ഭയങ്കര രസം. അപ്പോൾ അത് ചെയ്യാമെന്നുള്ള രീതിയിൽ അവിടെ ഇരുന്നു. ഭയങ്കര ചൂട് പതുക്കെ കയറി വന്ന് തുടങ്ങിയിരുന്നു. ഇപ്പോഴും കംപ്ലീറ്റ് ചെയ്ത് ഇതാണ് നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന പെയിൻറ്റിങ്. വരച്ച് കഴിഞ്ഞ പെയിൻറ്റിങ് നല്ല രീതിയിൽ വരച്ച് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഒരു. അപ്പോൾ നിങ്ങളൊന്ന് നോക്ക്. അത് കഴിഞ്ഞ് പതുക്കെ ഞങ്ങൾ അടിയിലോട്ട് ഇറങ്ങി. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന പൊള്ളാച്ചിക്കടുത്തുള്ള ഏതൊരു സ്ഥലത്താണ്. അപ്പോൾ ആ സ്ഥലത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ, ഡിസ്ക്രിപ്ഷൻ അടിയിൽ കൊടുക്കാം. ഇപ്പോൾ നിലവിൽ ഞങ്ങൾ റോഡ് കയറ്റാൻ വന്നപ്പോൾ തൊട്ടടുത്തുള്ള ഒരു കനാലിൽ, എനിക്കൊന്ന് മുല്ലപ്പെരിയാർ ആ ഏരിയ എന്ന് പറയുന്ന പൊള്ളാച്ചിയിലേക്ക് വരുന്ന ഒരു കനാലിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഭയങ്കര സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ പതുക്കെ അവിടെ നിന്നൊക്കെ ഉള്ള കുളി, ഞങ്ങൾ സാധനങ്ങളൊക്കെ അവിടെ, ബാഗും സാധനങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ച് ആ ലോറി കിടന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ കുളിക്കുന്നത്. അവിടെ നിന്ന് പതുക്കെ കുളി തുടങ്ങി. അപ്പം നടുക്കോട്ട് പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ സൈഡിൽ ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് മീനുകൾ കാലിൽ ഇങ്ങനെ വന്ന് കൊത്തുന്നുണ്ടായിരുന്നു. ചേട്ടാ നോഫി പറഞ്ഞു നമുക്ക് ഈ ഗോവയിലൊക്കെ ഫിഷ് സ്പാ പരിപാടിയുണ്ട്, നമുക്ക് അവിടെ ഒന്നും പോകേണ്ടത് കണ്ട കംപ്ലീറ്റ് മീനും കാല് ക്ലീൻ ചെയ്യുന്ന രീതിയിൽ. എന്ത് മീനാന്ന് എനിക്കറിയില്ല കേട്ടോ, കൊത്തുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു എന്ന് വെച്ചാൽ കൃഷി കഴിഞ്ഞ് ഉള്ള ഒരു ചോളത്തിൻ്റെ പാടത്തിലോട്ട് ഇറങ്ങി. എനിക്ക് ഈ പാടത്തിലോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ഒരു ഹോളിവുഡ് ഫിലിമുണ്ട്, ഒരു ടൈം ട്രാവലൊക്കെ ചെയ്യുന്നത്. അതിനൊരു ഗ്രാസ് ആണെന്ന് തോന്നുന്നു. അതിനകത്തോട്ട് കയറിയിട്ടുള്ള ഒരു ഫിലിം. അപ്പം നമുക്കൊന്ന് വെറുതെ കയറി നോക്കിയാലായിരുന്നു. പതുക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അതിനകത്തോട്ട് കയറി. അപ്പോഴേക്കും അപ്പോഴേക്കും ഡാഡിയുടെ വിളി, ഫോൺ കോൾ വന്നിരുന്നു. എന്ന് വെച്ചാൽ എടാ ലോഡ് കയറ്റി കഴിഞ്ഞിരുന്നു, നമുക്ക് പോവാടാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ തിരിച്ച് പതുക്കെ നടന്നു. തിരിച്ച് ലോഡ് കയറ്റി വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലെ കണ്ടെയ്നർ ലോറി കഥകളും അവിടുത്തെ വരകളുമായി ഞങ്ങൾ ഇനിയും വരുന്നതാണ് അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള
പെയിൻറ്റിങ്ങൾ, ഞങ്ങളീ പോയി വരയ്ക്കുന്ന പെയിൻറ്റിങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട പെയിൻറ്റിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാനോ അല്ലാത്ത കാര്യങ്ങൾക്കോ പ്രിൻറ്റിനോ ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് മീ. നിങ്ങൾ വിളിച്ചാൽ മതി അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. സോ ഇറ്റ് വിൽ ബി ഫ്രീ.